ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ശ്രീ നിസാം സേതു പറഞ്ഞതിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് VS-ന് എല്ലാ കാലത്തും അഭിമാനമാണ് പാർട്ടി എന്ന് പറയുന്നത്. ഞാൻ കൂടി പടുത്തുണ്ടാക്കിയ പാർട്ടി എന്നുള്ളതാണ് VS എപ്പോഴും പറയുന്ന ഒന്ന്. പുറത്തേക്ക് VS പോയേക്കും എന്ന് നമുക്കറിയാം. ഈ RMP ഒക്കെ വലിയ സജീവമായിരുന്ന സമയത്ത് VS ഒരു പക്ഷേ ഇറങ്ങിപ്പോയേക്കും, VS പാർട്ടിയിൽ നിന്ന് പോയേക്കും എന്നൊക്കെ വലിയ ചർച്ചകളുണ്ടായി. RMPയുടെ ഭാഗമായേക്കും എന്നുള്ള വലിയ ചർച്ചകളുണ്ടായിരുന്നു. TP ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കാൻ ആ ഘടകമുണ്ടായത് തന്നെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ VS എല്ലാ കാലത്തും പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കേണ്ടതുണ്ട്, അവിടെ നിന്നും തന്നെ തിരുത്തുവേണ്ടതുണ്ട്. ഇത് എൻ്റെ പാർട്ടിയാണ്, എൻ്റെ കൂടി പാർട്ടിയാണെന്ന് അഭിമാനം വെച്ച് പുലർത്തിയിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രതിഷേധം ഒരുപക്ഷെ ആ സമ്മേളന നഗരിയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണവും വേണ്ടതില്ലാത്ത ഒരൊറ്റ പ്രവർത്തനം എന്ന് പറയുന്നത് VS ആണ്. ഇനി അങ്ങനെ അംഗീകരിച്ചില്ല എങ്കിൽ നേരത്തെ പല നേതാക്കൾ പറഞ്ഞതുപോലെ പാർട്ടി വിരുദ്ധ മനോഭാവത്തിലേക്ക് VS താണുപോയിരുന്നു എന്ന് ഇന്ന് പറയാൻ തയ്യാറാവണം. ഇന്ന് അങ്ങനെ പറയാൻ തയ്യാറാവുമോ പാർട്ടി? അല്ല, 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആരാണ് VS? VS ഒരു ബൂർഷ്വാ പൊളിറ്റീഷ്യൻ അല്ല. നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്, ബൂർഷ്വാ പാർട്ടികളിലൊക്കെ ഉള്ള തരത്തിലുള്ള വ്യക്തിഗതമായ രാഷ്ട്രീയമോ ഗ്രൂപ്പ് രാഷ്ട്രീയമോ അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് അതിൻ്റെ വിഭാഗീയതയിൽ പോലും എല്ലായ്പ്പോഴും ഒരു തിയറട്ടിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടാവും. രാഷ്ട്രീയമായിട്ടുള്ള സൈദ്ധാന്തികമായ കാരണങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാവും. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലെനിൻ്റെ പാർട്ടിയിൽ അടക്കം അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ലെനിനും അടക്കമുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോന്നിട്ടാണ് അവർ വേറെ പാർട്ടി ഉണ്ടാക്കിയത്, ബോൾഷെവിക് പാർട്ടി ഉണ്ടാക്കിയത്. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടാവുന്ന സംഘർഷങ്ങളും തർക്കങ്ങളും അതിൻ്റെ ഭിന്നതകളും മറ്റ് പാർട്ടികളുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കാണണം. രണ്ടാമത്തെ കാര്യം, പാർട്ടിയിൽ ഇത്തരത്തിലുള്ള സവിശേഷമായ സന്ദർഭങ്ങളിൽ അതിശക്തമായിട്ട് നിലപാട് അദ്ദേഹം 64 എടുത്തിട്ടുണ്ട്. 64 കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിപ്പോന്ന 32 പേരിൽ ഒരാൾ VS ആയിരുന്നു. അത് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരും അങ്ങനെ ഇറങ്ങിപ്പോവില്ല. എന്തുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു? രാഷ്ട്രീയമായിട്ട് പാർട്ടി എടുക്കുന്ന നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. അതേ തരത്തിൽ 91 ശേഷം 91 സമ്മേളനം മുതൽ എല്ലാ സമ്മേളനവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ സമ്മേളനം കവർ ചെയ്തിട്ടുണ്ട്. ഒരു 10-15-20 വർഷക്കാലം ഞാൻ തുടർച്ചയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. 91 സമ്മേളനത്തിൽ എന്താ സംഭവിച്ചത്? 91 പാർട്ടി സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദൻ്റെ പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു പുതിയ ഒരു രീതി വന്നു, പുതിയ മത്സരം വന്നു. 2 അഡീഷണൽ ആയിട്ടുള്ള 2 പേരുടെ വോട്ടിൽ അദ്ദേഹം തോറ്റു. അന്ന് മുതലുള്ള VS-നെതിരായിട്ട് നടന്നിരിക്കുന്ന നീക്കങ്ങൾ വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഗൂഢാലോചനയുടെ സ്വഭാവമുള്ള ഒരു നീക്കങ്ങളായിരുന്നു. അത് പിന്നീട് നിരന്തരമായിട്ട് വന്നു. 98 അദ്ദേഹം തിരിച്ചടിച്ചു. പക്ഷേ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് VS അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കൾ കെട്ടിപ്പടുത്ത പാർട്ടി, ആ പാർട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അതൊരു ബൂർഷ്വാ പാർട്ടിയായ പോലെയായി മാറുന്നു. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും VS ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ശ്രമം നടത്തി. അത് പാർട്ടിക്കകത്ത് സാധ്യമല്ല എന്ന് ബോധ്യമായ സമയത്താണ് ജനങ്ങളെ അണിനിരത്തിയിട്ട് പ്രതിഷേധിക്കുന്ന ഒരു സന്ദർഭം 2006 അതുണ്ടായിട്ടുണ്ട്. 2015 അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം മരണത്തിന് ശേഷവും VS അത് തന്നെയാണ് ചെയ്തത്. വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള സംഭവിക്കുന്ന സമയത്ത് രാഷ്ട്രീയ എതിരാളികൾ ഒരാളാണ് VS. ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു പരാമർശം നടത്തി. പാർട്ടി ഒറ്റക്കെട്ടായി അതിന്റെ മുഴുവൻ സൈബർ സംഘടനാ സംവിധാനവും നേതാക്കളും അടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. അതായത് VS അച്യുതാനന്ദൻ എല്ലാ കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അല്ലെങ്കിൽ താൻ പോരുമയുള്ള തലയെടുപ്പുള്ള നേതാക്കൾ എന്ന് പറയുന്നത് അണികളെ, അതിൻ്റെ പിൻതലമുറക്കാരെ, പിൻഗാമികളെ സൃഷ്ടിക്കാൻ കഴിയുന്നവർ കൂടിയാണ്. അങ്ങനെ VS തെളിയിച്ച വഴിയിലേക്ക് നടക്കാൻ കഴിയുന്ന അനേകായിരങ്ങളെ, 10,000-ങ്ങളെ, ലക്ഷങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടാണ് VS കടന്നു പോകുന്നത് എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നു. VS ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലെഗസിയുള്ളൊരു നേതാവാണ് എങ്കിൽ അദ്ദേഹം മറ്റുള്ളവരിലൂടെ, ഞങ്ങളുടെ ചോരയിലൂടെ തുടരും എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴീ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ എങ്ങനെയാണ്? VS-നെ പാർട്ടി തന്നെയാണ് വേട്ടയാടിയത്. VS-നെ ഇല്ലാതാക്കാൻ, VS-ന്റെ രാഷ്ട്രീയമായ തിരുത്തലുകളെ അംഗീകരിക്കാതിരിക്കാൻ, VS-നെ വ്യക്തിപരമായി വേട്ടയാടാനൊക്കെ ശ്രമിച്ചത് പാർട്ടി തന്നെയാണ് എന്ന് പറയുമ്പോൾ VS-ലൂടെ തുടർന്ന് വരുന്ന വഴി അവിടെ ഇല്ല എന്നുകൂടിയാണല്ലോ ആ വിമർശനം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇത്രയധികം ആളുകൾ, ഇത്രയധികം പുതിയ തലമുറക്കാർ VS-ന് വേണ്ടി അവിടെ അണിചേർന്നത് പാർട്ടിക്ക് അപ്പുറത്തേക്കാണോ?
അല്ല പിന്നെ എന്നോടാണ് ചോദിക്കുന്നത്, ഞാൻ മറുപടി പറയാം. വി എസിന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പാർട്ടി 90കളിൽ സ്വീകരിച്ച നിയോ ലിബറൽ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ആ പൊളിറ്റിക്കൽ അജണ്ട യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറ മാന്തും എന്ന് ഏറ്റവും ബോധ്യമുള്ള ഒരാൾ കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചു വന്ന ഒരാളായിട്ടുള്ള വി എസിനാണ്. വി എസിന് അത് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയിലെ ഭൂരിപക്ഷ ആളുകൾ ഈ പുതിയ അജണ്ടയാണ് അംഗീകരിച്ചത്. അതിനോട് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. പിന്നീട് മതികെട്ടാൻ മേലയിലായാലും ശരി, പിന്നെ പെമ്പിള്ളയൊരുമയുടെ വിഷയത്തിലായാലും ശരി, എല്ലാ വിഷയങ്ങളും വി എസ് എടുത്ത രാഷ്ട്രീയം നിയോ ലിബറൽ പൊളിറ്റിക്സിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള കരുത്തുള്ള ഒരു മുന്നേറ്റം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം സ്വന്തം മരണത്തിലൂടെ പോലും അത് ചെയ്തത് ആ റെസിസ്റ്റൻസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്.